ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. പിണറായിക്കെതിരായ കേന്ദ്ര ഏജൻസികളുടെ നീക്കങ്ങൾക്ക് പിന്നിൽ വലിയ ഗൂഢാലോചനയാണെന്നും ലക്ഷ്യം CPIM-നെ ഇല്ലാതാക്കുക എന്നതാണെന്നും കെ രാധാകൃഷ്ണൻ ആരോപിച്ചു. പിണറായിക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ നീക്കം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലെന്നും ഇതിനു പിന്നിൽ വലിയ ഗൂഢാലോചനയാണ് നടക്കുന്നതെന്നും കെ രാധാകൃഷ്ണൻ. CPIM-നെതിരെ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും കൈകോർക്കുകയാണ്. CPIM-നെ പൂർണ്ണമായും ഇല്ലാതാക്കുക മാത്രമാണ് ഈ കൂട്ടുകെട്ടിന്റെ ലക്ഷ്യമെന്നും കെ രാധാകൃഷ്ണൻ തുറന്നടിച്ചു. നമുക്കറിയാം, ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല പിണറായിക്കെതിരായി കൊണ്ടുള്ള ഇത്തരത്തിലുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ. നിരവധി വർഷമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയ ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് ഈ റെയ്ഡ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ കേന്ദ്ര ഏജൻസികളായിരുന്നു എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകിയിരുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റായിരുന്നു. എന്നാൽ ഇപ്പോൾ UDF ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നതോടുകൂടി സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും സംയുക്തമായിട്ടുള്ള വലിയ രീതിയിലുള്ള ആക്രമണമാണ് CPIM-നെതിരായിട്ട് കൊണ്ട് അഴിച്ചുവിടാൻ തീരുമാനിച്ചത്. CPIM-നെ ഇല്ലാതാക്കുക എന്നുള്ളത് BJP-യുടെയും അതുപോലെ തന്നെ UDF-ന്റെയും ഒക്കെ അജണ്ടയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലത്. 2018 ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അന്ന് കേന്ദ്ര BJP നേതാക്കൾ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം കേരളത്തെ ഇല്ലാതാക്കുക എന്നതാണ്. അതായത് ബംഗാളിലെയും ത്രിപുരയിലെയും ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഇല്ലാതായി ഇനി അവശേഷിക്കുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ ഇടതുപക്ഷ മുന്നണിയാണ് ഭരിക്കുന്നത്. ആ ഇടതുപക്ഷത്തെയും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഇനി തുടരാൻ വേണ്ടി പോകുന്നതെന്ന് 2018 പറയുകയുണ്ടായി. അത് കേവലം ഒരു പറച്ചിൽ മാത്രമായിരുന്നില്ല. എല്ലാ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചത്. ന്യൂസ് ഡെസ്ക് CCV.